ഗവൺമെൻറ്റിനെ കുറിച്ച് ജനങ്ങൾക്ക് എതിർപ്പില്ല എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദം അദ്ദേഹം ആവർത്തിക്കുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ തന്നെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് ഈ അസത്യ പ്രഖ്യാപനത്തിന് ഗവൺമെൻറ് ഉത്തരവാദിയാണ്, അതിന് മറുപടി പറയണം. എന്തിനു വേണ്ടിയാണ് ഇത് തട്ടിക്കൂട്ടിയത് എന്ന് എല്ലാവർക്കും അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയമായ പരാജയത്തെ മറച്ചുപിടിക്കാൻ സർക്കാർ സംവിധാനവും പൊതു ഖജനാവിലെ പണവും ഉപയോഗിച്ച് നടത്തിയ അഭ്യാസം വിലപ്പോയില്ല. അതിനെതിരെ കോടതിയുടെ നിർദ്ദേശവും വിധിയും വന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട, ഉത്തരം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ചീഫ് സെക്രട്ടറിയാണ്, അദ്ദേഹം ഉത്തരം പറയണം. ഈസ് ആൻസറബിൾ. ചീഫ് സെക്രട്ടറി നമുക്കറിയാമല്ലോ, ഗവൺമെന്റിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും രാഷ്ട്രീയ പ്രേരിതമായിട്ട് പാർട്ടി സെക്രട്ടറിയും എടുക്കുന്ന ഒരു തീരുമാനവും നടപടിയും നടപ്പിലാക്കാൻ അവരൊക്കെ ബാധ്യസ്ഥരല്ലെങ്കിൽ പോലും നിർബന്ധിതരാവുകയാണ്. ഫെയർനെസ് പാലിക്കാൻ, സത്യസന്ധതയും കൃത്യനിഷ്ഠയും പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്, നിയമം അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷേ രാഷ്ട്രീയ നിർദ്ദേശങ്ങൾക്ക് അവർ വഴങ്ങുന്നു എന്നതിൻ്റെ തെളിവാണിത്. അതിനൊന്നും ഒരു തിരക്കുമില്ല. നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റും കാര്യങ്ങളും വരട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനങ്ങൾ വരട്ടെ, ഞങ്ങൾ അതിനുശേഷം അതിൻ്റെതായ നടപടികൾ സമയത്ത് പൂർത്തിയാക്കും. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡേറ്റ് ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല, അതിനായിട്ടൊരു ടൈം ടേബിൾ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ആ പ്രോസസ് ഈസ് ഗോയിങ് ഓൺ. നമുക്കറിയാം UDFൻ്റെ പൊതുയുഗ യാത്ര പുരോഗമിക്കുകയാണ്, മുന്നേറുകയാണ്. അതിൻ്റെയൊക്കെ സമയപരിമിതിയുണ്ട്. ഞങ്ങൾ ചർച്ചകൾ തുടരുകയാണ്. അത് നിശ്ചയിച്ചിട്ടില്ല, ആലോചിക്കുന്നുണ്ട്, നിശ്ചയിച്ചിട്ടില്ല. അത് അത്യാവശ്യമായ ACC ആയിട്ടൊക്കെ കാണേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. അതെ, അതുൾപ്പെടെ ഉണ്ടാവും. അങ്ങനെ ആയിരുന്നില്ല. ACC നമുക്കറിയാം, കഴിയുന്നത്ര ആൾക്കാരെ കാണുക. ദീപാജിയും ഉണ്ടാവും. ഞാൻ ഇന്ന് നാളെ രാവിലെ പോകാനാണ്. അതൊക്കെ തീരുമാനിക്കേണ്ടതൊക്കെ പാർട്ടി നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ്. അത് തീരുമാനം ഹൈക്കമാൻഡാണ്. അങ്ങനെയൊന്നും ഇല്ലില്ല, അതൊന്നും തീരുമാനിച്ചിട്ടില്ല, ഫൈനലായിട്ടില്ല. അതിന്റെ ഏർലിയസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സമയം എടുക്കും. ഒരു തിരക്കുമില്ല, യാതൊരു തർക്കവുമില്ല. വളരെ വളരെ സൗഹാർദ്ദതയിൽ, വളരെ യോജിപ്പിൽ, വളരെ നന്മയിൽ, പൊതു ലക്ഷ്യത്തിൽ, പൊതുയുഗ യാത്രയുടെ എല്ലാം ചൈതന്യത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. Now I am standing before you. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നേരത്തെ നവകേരള സർവേക്ക് കോടതി വിലക്കിട്ടിരുന്നു. അപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് KPC അധ്യക്ഷൻ. ദുഷ്ടലാക്കോടെയായിരുന്നു ആ സർവേ അടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.